കഴിഞ്ഞ 3 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ യുഡിഎഫിനൊപ്പം നിന്ന മണ്ഡലം. മെട്രോമാൻ ഇ ശ്രീധരനെ ഇറക്കി ബി.ജെ.പി കളം നിറഞ്ഞപ്പോൾ ഫോട്ടോ ഫിനിഷിൽ ഷാഫി പറമ്പിൽ 3759 വോട്ടിന് വിജയിച്ചു കയറിയ മണ്ഡലം. ഉപതെരഞ്ഞെടുപ്പിൽ ആരൊക്കെ വന്നാലും മണ്ഡലം സുരക്ഷിതമാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ ഇക്കുറി പോരാട്ടം തീപാറും. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് യുഡിഎഫിന് ലഭിച്ചത് 52,779 വോട്ടാണ്. രണ്ടാമതെത്തിയ ബി.ജെ.പിയേക്കാൾ 9,707 വോട്ടിന്റെ ഭൂരിപക്ഷം. നഗരസഭാ പരിധിയിലും മികച്ച മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു. ഇതേ ട്രെൻഡ് തന്നെ തുടർന്നാൽ വിജയം ഉറപ്പെന്ന് കണക്ക് കൂട്ടുന്നുണ്ടെങ്കിലും ബി.ജെ.പി ശക്തമായ പ്രതിരോധമാണ് പാലക്കാട് സൃഷ്ടിക്കുന്നത്. തൃശൂരിന് പിന്നാലെ പാലക്കാട് എടുക്കുമെന്നും സുരേഷ് ഗോപി അടക്കമുള്ള നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുള്ള സാഹചര്യത്തിൽ പാലക്കാട് ബി.ജെ.പിയും കോൺഗ്രസും തമ്മിൽ ജീവൻ മരണ പോരാട്ടമാകും നടക്കുക. തൃശൂരിലെ വിജയം ആവേശമാക്കി പ്രവർത്തിച്ചാൽ പാലക്കാടും പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് നേതൃത്വം. ബി.ജെ.പി രണ്ടാമത് നിൽക്കുന്ന മണ്ഡലത്തിൽ ശക്തനായ നേതാവ് ഇറങ്ങിയാൽ മണ്ഡലം കൂടെ പോരുമെന്ന് നേതൃത്വം കരുതുന്നുണ്ട്. മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കട്ടെ എന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്ന ആവശ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഊർജ്ജം ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ പാലക്കാട് താമര വിരിയുമെന്നായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പി.കെ. കൃഷ്ണദാസിന്റെ പ്രതികരണം. അതേസമയം കോൺഗ്രസിൽ ആര് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. ഷാഫി പറമ്പിൽ ഇല്ലാത്ത പാലക്കാട് കാര്യങ്ങൾ എളുപ്പമാകുന്ന ഒരു സാഹചര്യമാണ് ബി.ജെ.പിക്ക് നിലവിലുള്ളത്. വ്യക്തിപ്രഭാവം അത്ര കണ്ടുണ്ടായിട്ടും മണ്ഡലത്തിൽ ഏറെ സ്വീകാര്യനായിരുന്നിട്ട് പോലും എല്ലാത്തിനും ഉപരി യുഡിഎഫിന്റെ മികച്ചൊരു സ്ഥാനാർത്ഥി ആയിരുന്നിട്ട് കൂടി ഷാഫി പറമ്പിലിന് വലിയൊരു പ്രതിരോധമാണ് ബി.ജെ.പി അന്ന് തീർത്തത്. അവസാന ഘട്ടത്തിലാണ് ഷാഫി പറമ്പിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് വിജയിച്ച് കയറുന്നതും. എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം നേരെ തിരിച്ചാണ്. നിയമസഭയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ഷാഫി പറമ്പിൽ 3 തവണ വിജയിച്ച പാലക്കാട് നിലനിർത്താൻ കോൺഗ്രസിന് ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്തവണ യുഡിഎഫ് സ്ഥാനാർത്ഥി ആരായാലും തന്നെ പാലക്കാട് മണ്ഡലത്തിൽ ഷാഫി പറമ്പിലിനെ അത്ര സ്വാധീനം ചെലുത്താൻ കഴിയില്ല എന്ന് ബി.ജെ.പി കണക്ക് കൂട്ടുന്നുണ്ട്. തുടർച്ചയായ നഗരസഭാ ഭരണവും കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും പാലക്കാട് മണ്ഡലത്തിൽ രണ്ടാമതെത്തിയതിന്റെ ആത്മവിശ്വാസമാണ് ബി.ജെ.പിയുടെ കൈമുതൽ. അതേസമയം 3 തവണ ഷാഫി പറമ്പിൽ വിജയിച്ച പാലക്കാട് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിൽ നിലനിർത്തേണ്ടത് യുഡിഎഫിന്റെ അഭിമാന പ്രശ്നമാണ്. ഉപതെരഞ്ഞെടുപ്പ് സാധ്യത തെളിഞ്ഞതു മുതൽ ആരംഭിച്ചതാണ് പാലക്കാട്ടെ കോൺഗ്രസിനകത്തെ തർക്കം. ഷാഫി പറമ്പിലിന് പിൻഗാമിയായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് എത്തിക്കാൻ ഒരു വിഭാഗം നേതാക്കൾ ശ്രമിക്കുമ്പോൾ ജില്ലയിൽ നിന്ന് തന്നെ ഒരു സ്ഥാനാർത്ഥി വേണമെന്നാണ് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം ആവശ്യപ്പെടുന്നത്. ഷാഫി ഇല്ലാത്ത പാലക്കാട് മണ്ഡലത്തിൽ ഷാഫിക്ക് പിൻഗാമിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമെന്ന് ആദ്യമൊക്കെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നെങ്കിലും ഡി.സി.സി തന്നെ അത് നിഷേധിക്കുകയായിരുന്നു. അങ്ങനെ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും ഇല്ലാത്ത പാലക്കാടിൽ കോൺഗ്രസ് പരാജയപ്പെടുകയും ബി.ജെ.പി വിജയിക്കുകയും ചെയ്താൽ അത് ഏറെ ബാധിക്കുന്നതും പരാജയത്തിന്റെ ഉത്തരവാദി എന്ന നിലയിൽ ചൂണ്ടുവിരലുകൾ നീളുക മറ്റാർക്കുമല്ല സംസ്ഥാന കോൺഗ്രസിലെ മുതിർന്ന നേതാവും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും കൂടിയായ വി.ഡി. സതീശന് നേർക്കാണ്. അതിന് കാരണങ്ങളും നിരവധിയാണ്. പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശൻ സ്ഥാനമേറ്റതിനു ശേഷമുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വലിയ മുന്നേറ്റമാണ് നടത്തിയിട്ടുള്ളത്. എല്ലായിടത്തും വിജയം. അത് ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷമുള്ള പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പാണെങ്കിലും ഉമാ തോമസിന്റെ തെരഞ്ഞെടുപ്പാണെങ്കിലും പിന്നീട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും എല്ലാം. കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ 20 സീറ്റും നേടാൻ തന്ത്രപരമായ പല നീക്കങ്ങളും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിനെല്ലാം ചുക്കാൻ പിടിച്ച നേതാവും വി.ഡി. സതീശൻ തന്നെയായിരുന്നു. അദ്ദേഹം നടത്തിയ ആ നീക്കത്തിലൂടെയാണ് പാലക്കാടിലെ എം.എൽ.എ. ആയിരുന്ന ഷാഫി പറമ്പിൽ സർജിക്കൽ സ്ട്രൈക്കിലൂടെ വടകരയിലേക്ക് എത്തുന്നതും വലിയൊരു ഭൂരിപക്ഷത്തിൽ തന്നെ ശൈലജ ടീച്ചർ എന്ന വ്യക്തിപ്രഭാവമുള്ള ആ നേതാവിനെ തന്ത്രപരമായ നീക്കത്തിലൂടെ വെല്ലുവിളി ഉയർത്തി ഷാഫി വടകരയിൽ വിജയിച്ചു കയറിയതും. പകരം സ്വന്തം തട്ടകമായ വടകരയിൽ നിന്ന് തൃശൂരിലേക്ക് പറഞ്ഞയച്ച കെ മുരളീധരനാവട്ടെ അമ്പെ പരാജയപ്പെടുകയും ചെയ്തു. കെ മുരളീധരൻ തൃശൂരിൽ പരാജയപ്പെടുവാനുള്ള കാരണത്തിന് പിന്നിൽ ടി.എൻ. പ്രതാപനാണെന്ന് കോൺഗ്രസിലെ ഒരു കൂട്ടം നേതാക്കൾ പറയുകയും തൃശൂരിൽ പ്രതാപനെതിരെ പോസ്റ്ററുകൾ ഉയർന്ന സംഭവങ്ങളും ഉണ്ടായി. വടകരയിൽ വളരെ സ്മൂത്തായി വിജയിച്ചു കയറേണ്ടിയിരുന്ന കെ മുരളീധരനെ തൃശൂരിലേക്ക് പറഞ്ഞയച്ചതും ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്നും വടകരയിലേക്ക് വണ്ടി കയറ്റിവിട്ടതിന് പിന്നിൽ വി.ഡി. സതീശന്റെ സാന്നിധ്യമുണ്ടെന്നും ആ സമയങ്ങളിൽ അദ്ദേഹത്തിന് നേരെ സ്വന്തം പാർട്ടിയിൽ നിന്നടക്കം വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അതേസമയം
പാലക്കാട് നിന്ന് കഷ്ടിച്ച് ജയിച്ചു വന്ന കോൺഗ്രസ്, അതും ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയുടെ വ്യക്തിപ്രഭാവം കൊണ്ടും ജനസ്വാധീനം കൊണ്ടും പാലക്കാട് മണ്ഡലം നിലനിർത്തിയപ്പോൾ വടകരയിലേക്ക് ഷാഫി പറമ്പിലിനെ അവിടെ നിന്നും പറിച്ചു മാറ്റി നടുകയായിരുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ ഷാഫി ഇല്ലാത്ത പാലക്കാട് മണ്ഡലം UDFന് കൈവിട്ടു പോകുമോ എന്നുള്ള ചർച്ചകൾ അന്നും ഇപ്പോഴും ഉയരുന്നുണ്ട്. ഇത് വിരൽ ചൂണ്ടുന്നതും VD സതീശന് നേരെ തന്നെയാണ്. VD സതീശൻ മെനഞ്ഞ തന്ത്രപ്രകാരമാണ് പാലക്കാട് നിന്നും വടകരയിലേക്ക് ഷാഫി പറമ്പിൽ പോകുന്നത്. കേരളത്തിന്റെ മണ്ണിൽ താമര വിരിയിക്കില്ല എന്ന പ്രഖ്യാപനവുമായി ഇറങ്ങിയ UDF LDF മുന്നണികൾക്ക് വലിയ തിരിച്ചടി നൽകിക്കൊണ്ടാണ് അപ്രതീക്ഷിതമായി BJP ആദ്യമായി കേരളത്തിൽ അക്കൗണ്ട് തുറക്കുന്നത്, അതും സാംസ്കാരിക നഗരമായ തൃശൂരിൽ. കേരളത്തിൽ BJP തങ്ങളുടെ ആധിപത്യം സ്ഥാപിച്ചതോടെ വേരുകൾ പതിയെ കേരളത്തിന്റെ മണ്ണിൽ ആഴ്ന്നിറക്കിയതുകൊണ്ടും മറ്റ് രണ്ട് മുന്നണികൾക്ക് നേരെയും പ്രത്യേകിച്ച് UDFന് മേൽ വലിയൊരു സമ്മർദ്ദമാണുള്ളത്. വടകരയിലാവട്ടെ ഷാഫി ഇല്ലാത്ത സ്ഥിതിക്ക് പ്രചാരണം ശക്തമാക്കി കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയെടുത്തു നിന്നും ശക്തമായ ഒരു തിരിച്ചുവരവിന് തന്നെ ഒരുങ്ങുകയാണ് BJP. വിജയിക്കുവാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാത്രം നിർത്തി UDFനും LDFനും എതിരെയുള്ള എല്ലാ ഘടകങ്ങളെയും തങ്ങളുടെ വോട്ട് ബാങ്കാക്കി മാറ്റി പാലക്കാടിന്റെ ചൂടുള്ള മണ്ണിൽ നിന്നും നിയമസഭയിലേക്ക് തങ്ങളുടെ പ്രതിനിധിയായി ഒരാളെ അയക്കാൻ BJP എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരാജയം ഭയന്നാണ് കോൺഗ്രസ് ഇപ്പോൾ ഉള്ളത്. പാലക്കാട് മണ്ഡലം തങ്ങളുടെ കയ്യിൽ നിന്നും കോൺഗ്രസിന് നഷ്ടമാകാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ E ശ്രീധരനെ വളരെ കുറഞ്ഞ വോട്ടുകൾക്ക് പിന്നിലാക്കി 3000-ലധികം വോട്ടുകളുടെ ലീഡ് നിലനിർത്തി മാത്രമാണ് ഷാഫി പറമ്പിൽ അന്ന് വിജയിച്ചത്. അതും ഏറെ ശ്രദ്ധേയമായ കാര്യം, ഷാഫി പറമ്പിൽ എന്നാൽ വളരെയേറെ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന വ്യക്തിപ്രഭാവമുള്ള ഒരു സ്ഥാനാർത്ഥി ആയിട്ടുകൂടി അദ്ദേഹത്തിന് അത്രയും സാധിച്ചുള്ളൂ എന്നതാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ അല്ലാതെ മറ്റൊരു വ്യക്തി കോൺഗ്രസിൽ നിന്നും അല്ലെങ്കിൽ LDFിൽ നിന്നും ഉയർന്നു വന്നാൽ പോലും BJPക്ക് അത് ഒരു തരത്തിലുമുള്ള വെല്ലുവിളി ഉയർത്തുന്നില്ല എന്നാണ് BJP നേതൃത്വം വിലയിരുത്തുന്നത്. വിജയിക്കുവാൻ അറ്റകൈ പ്രയോഗം നടത്താൻ തയ്യാറെടുത്തു നിൽക്കുന്ന BJP കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെ പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു തൃശൂരിന് പുറമെ പാലക്കാട് തങ്ങൾ എടുക്കുകയാണെന്ന്. കേൾക്കുമ്പോൾ ഇതൊക്കെ എന്ത് കുറെ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴും പ്രഖ്യാപിക്കാൻ മാത്രമല്ല നടത്തി കാണിക്കാനും കഴിയുമെന്നുള്ള ഒരു വലിയ ഉദാഹരണം തന്നെയായിട്ടാണ് സുരേഷ് ഗോപി നിൽക്കുന്നത്. തൃശൂർ എടുക്കുമെന്ന് പലതവണ പ്രഖ്യാപിച്ച സുരേഷ് ഗോപി ഒരു തവണ തൃശൂർ എടുക്കുകയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പാലക്കാട് പ്രഖ്യാപനത്തെയും തള്ളിക്കളയാൻ സാധിക്കില്ല. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കെ കേരളത്തിൽ നിന്നും ലോക്സഭയ്ക്ക് പുറമെ നിയമസഭയിലേക്കും BJPയുടെ ഒരു പ്രതിനിധി കടന്നു വരികയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം VD സതീശന് തന്നെയാകും. അതുമാത്രമല്ല VD സതീശൻ ഇത് മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. പാലക്കാട് മാത്രമല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഏത് പരാജയം ഉണ്ടായാലും ആ പരാജയത്തിന്റെ ഉത്തരവാദിത്തം എല്ലാം താൻ വഹിക്കും. ആ പരാജയം തന്റെ ഭാഗത്തു നിന്നുമുണ്ടായ പിഴവുകൾ മൂലമാണെന്നും അതേസമയം ഞങ്ങൾ വിജയിച്ചാൽ ആ വിജയം കോൺഗ്രസിന് മുഴുവൻ ഉള്ളതായിരിക്കുമെന്നാണ് VD സതീശൻ പറഞ്ഞത്. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിരുന്നു. പാലക്കാട് ഒരു കാരണവശാലും കോൺഗ്രസിന്റെ കൈവിട്ടു പോകില്ല. BJPക്ക് വിജയിക്കാൻ വിദൂര സാധ്യത പോലും പാലക്കാട് ഇല്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. കൂടാതെ ഷാഫി പറമ്പിലിനെ പാലക്കാട് നിന്നും വടകരയിലേക്ക് കൊണ്ടുവന്ന രാഷ്ട്രീയ തീരുമാനത്തിൽ അപാകതകൾ ഒന്നും ഉണ്ടാകില്ല എന്ന് കാലം തെളിയിക്കുന്നത് പോലെ തന്നെ പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് 3 വോട്ടുകൾക്ക് വിജയിപ്പിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. അതായത് നിലവിൽ 3000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം നിലനിർത്തിയിരിക്കുന്ന ഷാഫി പറമ്പിലിന് പകരം ആരെയും സ്ഥാനാർത്ഥിയായി നിർത്തിയാലും ഷാഫി നേടിയതിനേക്കാൾ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷം സ്വാഭാവികമായും വേണം 3 ഇരട്ടി എന്ന് പറയുമ്പോൾ. എന്നാൽ മണ്ഡലത്തിൽ നിന്ന് സ്ഥാനാർത്ഥിയായി വിജയിക്കാൻ ഷാഫി പറമ്പിലിനോളം വ്യക്തിപ്രഭാവമുള്ള മറ്റൊരു സ്ഥാനാർത്ഥി അത് ഉറപ്പായും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. എന്നാൽ തുടക്കത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പല വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഏറ്റവും അവസാനമായി DCC വരെ രാഹുലിനെ തള്ളി പറഞ്ഞു. അതിന് കാരണമായി നേതൃത്വം പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്നുള്ള സ്ഥാനാർത്ഥി അല്ല എന്നാണ്. ജനങ്ങളെ തൊട്ടറിഞ്ഞൊരു നേതാവ് മണ്ഡലത്തിൽ നിന്നും ഇറങ്ങിയാൽ മാത്രമേ പാലക്കാട് മണ്ഡലം തങ്ങൾക്ക് നിലനിർത്താൻ കഴിയൂ എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അഭിപ്രായപ്പെടുന്നത്. കൂടാതെ മുന്നണിയിലെ തന്നെ AI ഗ്രൂപ്പ് തമ്മിലുള്ള പോരാട്ടവും അവിടെ നടക്കുന്നുണ്ട്. KC വേണുഗോപാൽ വിഭാഗവും ഷാഫി പറമ്പിൽ വിഭാഗവും തമ്മിൽ പല തർക്കങ്ങളും പാലക്കാട് നടക്കുന്നുണ്ട്. അതിൽ I ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിയായി A തങ്കപ്പനെയാണ് നിർദ്ദേശിക്കുന്നത്. ഒപ്പം ഒറ്റപ്പാലം സ്ഥാനാർത്ഥിയിൽ നിന്ന് മത്സരിച്ച P സരിൻ മണ്ഡലത്തിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് KC വേണുഗോപാലിന് നേരിട്ട് കത്ത് നൽകുകയും ചെയ്തിരുന്നു. അതേസമയം പാലക്കാട് DCC നേതൃത്വത്തിലുള്ളവർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനാർത്ഥിത്വം തള്ളിക്കളയുന്നുമുണ്ട്. ഇങ്ങനെ അണയിൽ തന്നെ പല പടലപ്പിണക്കങ്ങളും ഗ്രൂപ്പ് പോരും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒറ്റക്കെട്ടായി തന്നെ പാർട്ടിയെ മുൻപോട്ട് കൊണ്ടുപോകുക എന്നത് ശ്രമകരമായ ഒരു കാര്യമാണ്. ഒറ്റ മണ്ഡലങ്ങളിൽ മാത്രം മത്സരം നടക്കുന്ന കാലങ്ങളിലെല്ലാം KC വേണുഗോപാലും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും എല്ലാം ഐക്യമായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ശൈലി ഇക്കുറി
ഇക്കുറി പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഏത് സ്ഥാനാർത്ഥി വന്നാലും സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിച്ചവരുടെ ഗ്രൂപ്പുകൾക്ക് പിണക്കമുണ്ടാകാനുള്ള സാധ്യത സ്വാഭാവികമാണ്. അത് കാലങ്ങളായി നിലനിൽക്കുന്നതുമാണ്. എല്ലാത്തിന്റെയും അവസാനം കോൺഗ്രസിന് ഒരു പരാജയം പാലക്കാട് സംഭവിച്ചാൽ സ്വാഭാവികമായും അത് പാർട്ടിയിലെ പല നേതാക്കളും അഹങ്കാരി എന്ന പേര് വി.ഡി. സതീശന് ചാർത്തി നൽകപ്പെട്ട ഒരു സാഹചര്യം നിലവിൽ ഉള്ളപ്പോൾ കൂടി അത്തരക്കാർക്ക് വീണ്ടും സതീശന് നേരെ വിരൽ ചൂണ്ടാനുള്ള അല്ലെങ്കിൽ വിമർശിക്കാനുള്ള മറ്റൊരു ആയുധം കൂടിയായി അത് മാറുമെന്നത് ഉറപ്പാണ്. പാലക്കാട് നിന്ന് കോൺഗ്രസിന് പരാജയം സംഭവിക്കുകയാണെങ്കിൽ അത് അവിടെ മത്സരിച്ച നേതാവിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിനെയോ മാത്രമല്ല പ്രതിപക്ഷ നേതാവായ വി.ഡി. സതീശനെയും അദ്ദേഹം സ്വീകരിച്ച പല രാഷ്ട്രീയ നിലപാടുകളെയും നിഷ്പ്രഭമാക്കുന്ന തരത്തിലുള്ള ഒരു ആഘാതമാകും സൃഷ്ടിക്കുക.